ഞാൻ എങ്ങോട്ടാണ് ഈ രാത്രി ബണ്ടക്കെട്ടും തൂക്കി പോകണമെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. വേറെ എങ്ങോട്ടോ അല്ല, കയാക്കിങ്ങിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് അടിക്കാൻ പോകണേണ്. അപ്പോൾ ഫുഡീസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ AR Chronicles. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഫുഡ് അടിക്കാൻ പോകണേണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും അറിയില്ല, ഫുഡെന്ന് കേട്ടപ്പോൾ ചാടി ഇറങ്ങി. സോ ഗൈസ്, ഐ ആം എ ഫുഡി. പിന്നെ എൻ്റെ കെട്ടിയോൻ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മൂപ്പര് റെഡിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചാലും. എവിടെ പോകാനും ചെക്കൻ ഹാപ്പിയാണ്. ആലുവയ്ക്കല്ലേ പോകുന്നത്. അപ്പൊ ഹാർബർ പാലം ഇറങ്ങി എപ്പറവടിയല്ലേ വരും നിങ്ങള്? ഞങ്ങൾ ഹാർബർ പാലം ഇറങ്ങി വരുന്നത് നീക്കാം. കസിൻസ് എല്ലാവരും വേറെ വണ്ടിയിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. പക്ഷേ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കൊടുത്തല്ല അവര് വന്നത്. അങ്ങനെ ഞങ്ങൾ അവരെ തപ്പി തിരിച്ചുപോയി. ലാസ്റ്റ് അവരെ കണ്ടുപിടിച്ചിട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരാൾ ഞങ്ങളുടെ കൂടെ കയറി. ആ വണ്ടിയിലാണെങ്കിൽ 7-8 പേരുണ്ടായിരുന്നു. അവരെല്ലാരും കൂടെ കൊതിയൊന്നോണയൊക്കെ പറഞ്ഞ് വൈബ് അടിച്ച് പോണിരുന്നു. വരുന്ന വഴിക്കാണ് ഞങ്ങൾ അറിഞ്ഞത് മന്തിക്കടയിലോട്ടാണ് പോണതെന്ന്. ഓടിയിട്ടാണെങ്കിൽ എത്തണമില്ല. റെസ്റ്റോറൻറ്റ് എത്താറായപ്പോഴേക്കും ചെക്കൻ ഓണായി. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ സ്പോട്ട്, സൂഫി മന്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ഫുഡ് നല്ല ഫേമസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. ഇറങ്ങിയത് നേരെ ചെളിയിലോട്ട്. കാലിൽ ഷൂസ് ഇട്ട പോലായി. അത് പിന്നെ സഹിക്കാം. എൻ്റെ കെട്ടിയൻ്റെ കളിയാക്കലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. പിന്നെ ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റിങ്ങിലാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം നൈസാണ്. അതിനിടയ്ക്ക് ചെക്കൻ ഉറങ്ങി. പിന്നെ ഇക്കാക്കാണെങ്കിൽ ഫോണിൽ കുറേ റീല് കാണിച്ചിട്ട് ഇത് ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, ബിക്കോസ് എൻ്റെ മൈൻഡ് മൊത്തം ഫുഡിലായിരുന്നു. ഇവിടെ മന്ത്രിയുടെ ശുപാർശ ലെറ്റർ കൊടുത്താൽ ഫുഡ് കിട്ടുകയുള്ളൂ എന്നുള്ള അവസ്ഥയായി ലാസ്റ്റ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫുഡ് എത്തി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഷവായി അൽഫാം, കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ. ഇക്കാക ഷവായിനെ പറയണത് നരകത്തിലെ കോഴി എന്നാണ് കേട്ടോ. ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. പിന്നെ ഫുഡ് എടുക്കണ തിരക്കിലായി എല്ലാവരും. ഞാനെടുത്തത് ഒരു അൽഫാമും പിന്നെ ഒരു ചെറിയ പീസ് ഷവായിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അങ്ങോട്ട് തുടങ്ങി. അല്ലെങ്കിലും മന്തിക്ക് മയോണൈസ് മസ്റ്റാണ്. മയോണൈസ് ഇല്ലെങ്കിൽ എന്ത് മന്തി. നല്ല ചൂടാവി പറക്കുന്ന മന്തി. കുറച്ച് മയോണൈസ് കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ച് എൻ്റെ മോന് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോളിങ് സ്റ്റാർട്ട് ചെയ്തു. അത്രയും നേരം ഒച്ചയും ബഹളമായിട്ടിരുന്ന ഞങ്ങൾ അപ്പം തന്നെ സൈലൻ്റായി. ആരും മുഖത്തോട് മുഖം പോലും നോക്കണില്ല. എല്ലാവരുടെയും ഫോക്കസ് സ്വന്തം പ്ലേറ്റിലോട്ട് മാത്രമായി. പിന്നെ എൻ്റെ കെട്ടിയും ഫാസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് കഴിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറിയിരുന്നോളൂ. ഞാനപ്പം തന്നെ പിന്നെ ട്രോഫീനെ അങ്ങോട്ട് കൈമാറി. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇക്കാകാനെ പോലെ അല്ല കേട്ടോ. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ പതിയെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുള്ളൂ. എന്നാലേ അതിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ലാസ്റ്റ് 2 ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു. അങ്ങനെ ബാക്കി വന്നത് കുറച്ച് പൂച്ചക്കും പൊതിഞ്ഞെടുത്ത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ എല്ലാവരും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആസ് യൂഷ്വലി പരദൂഷണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സൂഫി മന്തിയോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.